Welcome to BSc Electricity and Magnets Electrodynamics paper. Today's lecture number Electrodynamics number 40. Topic is displacement current and equation of continuity in electrodynamics. Today's discussion is displacement current and equation of continuity in electrodynamics. So what is displacement current? In order to understand displacement current, we have to consider a capacitor. A capacitor is shown in the figure. See the capacitor. Inside there is a dielectric medium and it is shown inside a spherical surface in a spherical region. The capacitor is situated in a spherical region and the two ends of the capacitor, the plates are connected to a battery. Plates are connected to a battery and you can extend that conductor to the plates. ചിത്രത്തിൽ ഒരു കപ്പാസിറ്ററാണ് കാണിച്ചിരിക്കുന്നത്. രണ്ട് പ്ലേറ്റുകൾ ആ വയറുകൾ കപ്പാസിറ്ററിൽ മുട്ടിക്കുകയാണ്. അവിടെ ഒരു സ്പേസ് വിചാരിച്ചിരിക്കുകയാണ്. കപ്പാസിറ്റർ ചുറ്റും ഒരു സാങ്കല്പിക സ്പേസ് എടുത്തിരിക്കുകയാണ്. താഴെ ഒരു ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ഈ ബാറ്ററി കൊടുത്തു കഴിഞ്ഞാൽ സർക്യൂട്ടിനകത്തൊരു കറണ്ട് ഒഴുകും. നമുക്കറിയാം, ഒരു കപ്പാസിറ്റർ ഫിറ്റ് ചെയ്ത് അതിലേക്കൊരു ബാറ്ററി കൊടുത്താൽ കറണ്ട് ഒഴുകുന്നത് കാണാം. അപ്പോൾ കറണ്ട് സാറിന് ഐ എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ കറണ്ട് ഡെൻസിറ്റി ടേമിലാണ് കാര്യങ്ങൾ പറയുന്നത്. കറണ്ട് ഡെൻസിറ്റി. അപ്പം കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ജെ, അത് I/A ആണ്. അപ്പം ജെ ആണ് കാണിച്ചിരിക്കുന്നത്. കറണ്ട് ബൈ ഏരിയ ഓഫ് ദി കണ്ടക്ടർ, അതാണ് കറണ്ട് ഡെൻസിറ്റി. അത് ജെ എന്ന് കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് നോക്കും. The idea of displacement current is the greatest contribution of Maxwell to the electromagnetic field theory. ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് തിയറിയിൽ മാക്സ്വെല്ലിൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷനാണ് ഈ ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിൻ്റെ ആശയം. മാക്സ്വെല്ലാണ് ആ 4 ഇക്വേഷൻ പറഞ്ഞത്. അത് വലിയൊരു കോൺട്രിബ്യൂഷനാണ്. അതുപോലെയുള്ള ഒരു ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷനായിട്ട് കരുതുന്നതാണ് ഈ ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിൻ്റെ ആ ഐഡിയ. Displacement current. Imagine a capacitor C connected to a battery as shown in figure. Imagine a capacitor C. നമ്മൾ ആ പടം ഒരു പ്രാവശ്യം വരച്ചാൽ മതി. Imagine a capacitor C connected to a battery as shown in figure. As the current density J flows, the electric charge accumulates on the plates of the capacitor. ഈ കറണ്ട് ഒഴുകുമ്പോൾ അല്ലെങ്കിൽ കറണ്ട് ഡെൻസിറ്റി അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ ആ കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റുകളിൽ ചാർജ് അക്യുമുലേറ്റ് ചെയ്യും. ഒരു പോസിറ്റീവ് പ്ലേറ്റ് മറ്റേ നെഗറ്റീവ് പ്ലേറ്റ് ആയിട്ട് ഇങ്ങനെ ചാർജ് അക്യുമുലേറ്റ് ചെയ്യും. ത്രൂ ദി ക്ലോസ്ഡ് സർഫസസ് എ സർട്ടൻ കറണ്ട് ഹാസ് ബീൻ ഫ്ലോയിങ് ഡ്യൂറിങ് ദ ടൈം ബട്ട് നോ കറണ്ട് ഈസ് അപ്പാരൻ്റ്ലി ഫ്ലോയിങ് ഔട്ട്. അപ്പോൾ അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഇവിടെ ഒരു വല്ലാത്തൊരു ഒരു വലിയൊരു കാര്യമുണ്ട്. അതായത് നമ്മൾ കപ്പാസിറ്റിയെ ചാർജ് ചെയ്യുമ്പോൾ, ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ ആ കണ്ടക്ടറിലൂടെ കറണ്ട് ഒഴുകി ചെല്ലുന്നുണ്ട്. പക്ഷെ കപ്പാസിറ്ററിന് ഇടയ്ക്ക് ഒരു ഡൈലക്ട്രിക് മീഡിയമാണ്. ഡൈലക്ട്രിക് മീഡിയം കറണ്ട് കണ്ടക്ട് ചെയ്യത്തില്ല, നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കണ്ടക്ടറിനകത്ത് പുറമേയുള്ള കണ്ടക്ടറിൽ കറണ്ട് ഉണ്ട്, കപ്പാസിറ്റിക്കകത്ത് കറണ്ട് ഇല്ല എന്ന് പറഞ്ഞത് എങ്ങനെ നമുക്ക് അത് കോറിലേറ്റ് ചെയ്യാൻ പറ്റും? ഒരിടത്ത് കറണ്ട് ഒഴുകുന്നു, ആ കറണ്ട് വന്നിട്ട് പിന്നെ ഒഴുക്ക് തടസ്സപ്പെട്ടിരിക്കുന്നു ഈ കപ്പാസിറ്ററിനുള്ളിൽ. ആ ഡൈലക്ട്രിക് മൂലം, നോൺ കണ്ടക്ടർ മൂലം കറണ്ട് തടസ്സപ്പെട്ടിരിക്കുന്നു. വീണ്ടും പുറത്തേക്ക് കറണ്ട് വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഒരു സംശയം ഉണ്ടാകും. ഈ അകത്ത് കറണ്ട് ഇല്ലെങ്കിൽ എങ്ങനെ പുറത്തേക്ക് കറണ്ട് ഒഴുകും? ഇതാണ് മാക്സ്വെൽ സോൾവ് ചെയ്തത്. മാക്സ്വെൽ പറയും, അവിടെ ഡൈലക്ട്രിക് മീഡിയം ആണെങ്കിലും കറണ്ട് ഒഴുകുന്നില്ല എങ്കിലും അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും. ആ ഇലക്ട്രിക് ഫീൽഡിന് ഒരു വേരിയേഷൻ ഉണ്ടാകും. ആ വേരിയേഷനാണ് പുതിയ ഒരു കറണ്ടായിട്ട് മാറുന്നത്. ആ കറണ്ടിനാണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറയുന്നത്. കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റുകൾക്കിടയ്ക്ക് ഡൈലക്ട്രിക് മീഡിയം ഉള്ളപ്പോൾ അതിനകത്തുകൂടി സാധാരണ ഗതിയിലുള്ള കറണ്ട് ഇല്ല. പക്ഷേ ഒരു ഇമാജിനറി സോർട്ട് ഓഫ് കറണ്ട് ഒഴുകുന്നുണ്ട്. കാരണം അവിടെ ഫീൽഡ്, ഇലക്ട്രിക് ഫീൽഡ് വേരിയേഷൻ ഉണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വേരിയേഷന് മൂലമുള്ള ഇമാജിനറി സോർട്ട് ഓഫ് കറണ്ടിനെ വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്.
അല്ലെങ്കിൽ പറയാം, ഒരു കപ്പാസിറ്ററിന്റെ പ്ലേറ്റുകൾക്ക് ഇടയ്ക്കുകൂടി ഒഴുകുന്ന കറണ്ടിനെ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറയാം. അതാണ് ആശയം. അപ്പൊ ആ ക്ലോസ് സർഫസ് എടുത്താൽ അതിനകത്ത് കൂടി സാധാരണ ഒരു കറണ്ടും ഇല്ല, പക്ഷെ ഒരു ഇമാജിനറി സോർട്ടിന്റെ കറണ്ട് ഒഴുകും. The extraordinary sort of current flowing in between the plates of a capacitor is called displacement current. കപ്പാസിറ്ററിന്റെ പ്ലേറ്റുകൾക്കിടയ്ക്ക് ഒഴുകുന്ന അസാധാരണ രീതിയിലുള്ള കറണ്ടിനെ വിളിക്കുന്ന പേരാ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഡെൻസിറ്റി is given by JD is equal to dou D by dou T. ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഡെൻസിറ്റി കാണുന്ന റിലേഷനാണ് JD is dou D by dou T. ക്യാപിറ്റൽ ഡി എ വിളിക്കുന്ന പേര് ഇലക്ട്രിക്കൽ ഡിസ്പ്ലേസ്മെന്റ്. അത് എപ്സിലൺ 0E എന്നുള്ള ഇക്വേഷനാണ്. where D is equal to epsilon 0E is the electrical displacement. Therefore, the total current density in a region is given by J is equal to JC plus JD. അപ്പോൾ ഒരു സ്ഥലത്തുള്ള ആകെ കറണ്ട് കാണുന്ന എങ്ങനെ, ആകെ കറണ്ട് ഡെൻസിറ്റി വെക്ടർ ഫോമിൽ നമ്മൾ എഴുതുന്നത് J is equal to JC plus JD. JC എന്ന് നമ്മൾ കണ്ടക്ഷൻ കറണ്ട് ഡെൻസിറ്റി എന്ന് പറയും, JD ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഡെൻസിറ്റി എന്ന് പറയും. In terms of current, we can write as I equal to IC plus ID, where IC is the conduction current and ID is the displacement current. അങ്ങനെയും പറയാവുന്ന. In this relation, JC is the conduction current density. So you remember the total current density J equal to JC plus JD, where JC is conduction current density and JD is displacement current density. And you remember, JD is comparatively very small. Therefore, total current density is given by in a region is given by J vector is equal to JC plus JD vectors, where JC is the conduction current density. The displacement current is present whenever electric field in a medium changes with the time. The displacement current is present whenever electric field in a medium changes with the time. ഒരു മീഡിയത്തിലെ ഇലക്ട്രിക് ഫീൽഡ് അത് ടൈം വേരിയൻ്റ് ആണെങ്കിൽ, ടൈം വെച്ച് മാറുകയാണെങ്കിലാണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഉണ്ടാകുന്നത്. ഒരു കപ്പാസിറ്ററിന്റെ പ്ലേറ്റുകൾക്കിടയ്ക്ക് ഇലക്ട്രിക് ഫീൽഡിന് വേരിയേഷൻ ഉണ്ടാകും, അതുകൊണ്ട് അവിടെ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഉണ്ടാകും. അപ്പൊ അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ കേട്ടോ. യു റൈറ്റ് എ നോട്ട് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്, അത് പഠിച്ചുകൊള്ളാം, വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഇൻ ഇലക്ട്രോഡൈനാമിക്സ്. ഇലക്ട്രോഡൈനാമിക്സിൽ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻ ഉണ്ട്, അതിനെ വിളിക്കുന്ന പേര് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഇത് മാക്സ്വെല്ലിന്റെ ഇക്വേഷൻ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഇൻ ഇലക്ട്രോഡൈനാമിക്സ്. The equation of continuity in electrodynamics is del dot J plus dou rho by dou T is 0. Del dot J plus dou rho by dou T is 0 എന്ന് പറയുന്നതാണ് ഇലക്ട്രോഡൈനാമിക്സിലെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഹൈഡ്രോഡൈനാമിക്സിലുണ്ട് ഇതുപോലെ, ഹൈഡ്രോഡൈനാമിക്സിലുണ്ട്, അതുപോലെ തന്നെ ക്വാണ്ടം മെക്കാനിക്സ്, പ്രോബബിലിറ്റി ഇല്ലാത്തതുണ്ട്, അങ്ങനെ പല സ്ഥലത്ത് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഉണ്ട്. ഇത് വളരെ ഫേമസ് ആണ്. ഡെൽ ഡോട്ട് J is equal plus dou rho by dou T is 0. What are the quantities where G is the current density and rho is the volume charge density? Where J is the current density and rho is the volume charge density. അപ്പോൾ അതിനൊരു ചെറിയ ഡെറിവേഷൻ ഉണ്ട്, പലതരം ഡെറിവേഷൻ ഉണ്ട്. പക്ഷെ നമ്മളിവിടെ മാക്സ്വെല്ലിന്റെ ഇക്വേഷൻ വെച്ചുള്ള ഡെറിവേഷനാണ് കൊടുക്കുന്നത്. ഒരു മെത്തേഡ് പഠിച്ചാൽ മതി. Derivation using Maxwell's fourth equation. Maxwell's fourth equation is del cross B is equal to mu 0 J plus mu 0 epsilon 0 dou E by dou T. We have studied this relation. നമ്മൾ മാക്സ്വെല്ലിന്റെ 4 ഇക്വേഷൻ പഠിച്ചതാണ്, 4 ഇക്വേഷൻ ഡെറിവേഷൻ പഠിച്ചതാണ്. അവ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. The 4 Maxwell's equations we have studied. Derivations are very important. And the fourth relation is del cross B equal to mu 0 J
plus mu 0 epsilon 0 dou E by dou T. But you know B is equal to mu 0 H. Therefore, the above relation we can write as del cross mu 0 H is equal to mu 0 J plus mu 0 epsilon 0 dou E by dou T. നമുക്ക് ആ mu 0 അങ്ങ് ത്രൂ ഔട്ട് ക്യാൻസൽ ചെയ്യാം കേട്ടോ. On cancelling mu 0 from either side, we get del cross H equal to J plus epsilon 0 dou E by dou T. Taking divergence on both sides. ഇതിൻ്റെ ഡെൽ എടുക്കണം രണ്ട് സൈഡിലും. Del dot del cross H. Del dot del cross H is equal to del dot J plus epsilon 0 dou by dou T of del dot T. Del dot T എന്ന് വരും. ഇവിടെ നോക്കൂ, നമ്മൾ ഡൈവ് എടുക്കുമ്പോൾ എല്ലായിടത്തും ഡെൽ ഡോട്ട് കൊണ്ട് ഗുണിച്ചിരിക്കുക, ഡെൽ ഡോട്ട് ഇട്ട് എഴുതിയിരിക്കുകയാണ്. ഇനി വെക്റ്റർ ഐഡന്റിറ്റി നിങ്ങൾ പഠിച്ചു കാണും. ഒരു വെക്റ്റർ ഐഡന്റിറ്റി ഉണ്ട്, ഡൈവർജൻസ് ഓഫ് എ കേൾ വാനിഷസ്. അതായത് ഡെൽ ഡോട്ട് ഡെൽ ക്രോസ് എച്ച് 0 എന്ന് പഠിച്ചിട്ടുണ്ട് നിങ്ങൾ. ഡെൽ ക്രോസ് എ അല്ലെങ്കിൽ ഡെൽ ക്രോസ് എച്ച് 0. ഡൈവർജൻസ് ഓഫ് എ കേൾ വാനിഷസ്. Del dot del cross H is equal to 0. That is divical H is equal to 0. അപ്പോൾ LHS നമ്മൾ 0 ആക്കി. 0 ആക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0 is equal to del dot J plus epsilon 0 dou by dou T of del dot E. ഇനി നമ്മൾ എന്ത് ചെയ്യും? ആ del dot T we replace del dot T by Maxwell's first equation. Using Maxwell's first equation we remove del dot T. By first equation, del dot T is equal to 1 by epsilon 0 rho. 1 by epsilon 0 rho. That we put here. Therefore, 0 is equal to del dot J plus epsilon 0 dou by dou T of 1 by epsilon 0 rho. Epsilon 0 cancel. Numerator and denominator of the second term cancels. So the remaining is 0 is del dot J plus dou rho by dou T. Or we write in order del dot J plus dou rho by dou T is 0. This is the equation of continuity which we derived here from Maxwell's fourth equation and applying Maxwell's first equation. So question is state and prove equation of continuity in electrodynamics. The question you can write. This is a question. State and prove equation of continuity in electrodynamics. With this, our 40th lecture is over. We continue class with our 41st lecture, same chapter. Thank you very much.